ദൈവം യോശുവയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. യോശുവേ, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിനക്ക് എതിരായി നിൽക്കുകയില്ല. രണ്ടാമത് കൊടുക്കുന്ന അനുഗ്രഹമാണ്, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല. അതേപോലെ മറ്റൊരു അനുഗ്രഹം കൂടി കൊടുക്കുന്നു. നിന്റെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ നന്മ വാഗ്ദത്തം നീ മുഖാന്തരം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ അത് അനേകർക്ക് വിഭാഗിച്ചു കൊടുക്കുന്നവരായി തീരും. നീ അടുത്ത നെക്സ്റ്റ് ലീഡർ നീയാണ്. ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യോശുവയുടെ മേൽ വീണു. കാരണം എന്താണെന്നറിയാമോ? മോശ എന്ന ദൈവത്തിൻ്റെ അഭിഷക്തന് കീഴടങ്ങിയിരിപ്പാൻ, അവനെ അനുസരിച്ച് ഒരു നല്ല ശിഷ്യനായി കൂടെ ഇരുപ്പാൻ ദൈവം യോശുവയ്ക്ക് ഒരു കൃപ കൊടുത്തു. ഹല്ലേലൂയ. യോശുവ അവനെ അനുസരിച്ച് കൂടെ നടന്നതിൻ്റെ ഫലമാണ്. ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്ന ഈ സമയം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അഭിഷക്തന്മാർക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കുന്നവരാണെങ്കിൽ, അവരെ അനുസരിക്കുന്നവരാണെങ്കിൽ, അതേപോലെ തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവർക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. വാഗ്ദത്വം നിവർത്തിക്കുക. നിൻ്റെ പിതാക്കന്മാർക്ക് ലഭിക്കാതെ പോയ നന്മകളും അനുഗ്രഹങ്ങളും നിൻ്റെ കരങ്ങളിലൂടെ സ്വർഗം നിന്നെ ഏൽപ്പിച്ചു തരിക തന്നെ ചെയ്യും. നീ അനുഗ്രഹം പ്രാപിക്കാനിടയായി തീരും.